ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പൊറോട്ട ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തംബ്നെയിലിൽ പറഞ്ഞിരിക്കുന്ന പോലെ കോഴിക്കാഷ്ടം, കോഴിക്കോടിലെ ദുർഗന്ധം നമുക്ക് എങ്ങനെ അകറ്റാം. മിക്കവാറും അത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞ് ഈ ആഹാരം ദഹനമൊക്കെ അടിഞ്ഞ പ്രോബ്ലത്തിൽ നിന്നാണ് കാഷ്ടത്തിനും ആ സ്മെല്ല് വരുന്നത്. അപ്പോൾ നമുക്കതിന് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കണം. നല്ല രീതിയിൽ അടിച്ച് നമ്മൾ ചാറ് പോലെ ആക്കണം, വെള്ളം പോലെ ആക്കി എടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും അപ്പോൾ നമുക്ക് ഇത് കൊടുത്ത് കാഷ്ടം സുഖമായിട്ട് പോകുകയും കോഴിക്കാഷ്ടത്തിൻ്റെ ദുർഗന്ധം നമുക്കൊരു പരിധി വരെ ഒഴിവാക്കുകയും ചെയ്യാം. ഇതേപോലെ മിക്സിയിലായിട്ട് അടിച്ച് നല്ല രീതിയിൽ അടിച്ച് വെള്ളം പോലെ ആക്കണം. വേണ്ട, ഇതേപോലെ വെള്ളം പോലെ ആക്കണം. ഇതേപോലെ ആക്കിയിട്ട് ഇതിൻ്റെ നമ്മൾ വെള്ളം മാറ്റി കഴിഞ്ഞ് പിശടി ഇതേപോലെ ആഹാരത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ കൊടുക്കുന്ന ഗോതമ്പാണിന്ന്. ഗോതമ്പും വീട്ടിൽ ആഹാര വേസ്റ്റും കൂടെ കൊടുക്കുന്നത്. പിശിട നമ്മൾ അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുക. വെള്ളം ഇതേപോലെ നമ്മൾ ജാറിലാക്കി എടുക്കുക. കണ്ടോ, ഇതേപോലെ മുട്ടത്തോടെല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇതേപോലെ വെച്ച് കൊടുക്കുക. നമുക്ക് ഒരു ദിവസം രാവിലെ വെച്ച് വൈകിട്ട് എടുക്കുന്ന രീതിയിലേക്ക് കുടിക്കാൻ കൊടുക്കാവുള്ളൂ. പ്രത്യേകം നമ്മൾ നോക്കേണ്ട കാര്യം, ഇതേപോലെ സമയത്ത് നമ്മൾ വെള്ളം കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും മരുന്നോ കാര്യങ്ങളോ കൊടുക്കുന്നുണ്ടെങ്കിൽ കഴിവതും വെള്ളം നമുക്ക് തലേന്ന് ഉച്ചയ്ക്ക് എടുത്ത് മാറ്റുക ചെയ്യുക. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ആ വെള്ളം വെക്കുമ്പോൾ തന്നെ അത് കുടിച്ചോളും. അല്ല, വെള്ളം കുടിച്ച ഈ തണുപ്പത്തൊക്കെ വെള്ളം കുടിച്ചിരിക്കുന്ന സമയത്ത് ആയതുകൊണ്ട് ഇത് കുടിക്കാതെ ബുദ്ധിമുട്ട് കാണിക്കുകയും പിന്നെ അത് ഇരുന്ന് കഴിയുമ്പോൾ വെളുത്തുള്ളിയൊക്കെ വലിച്ച് കഴിയുമ്പോൾ ഒരു സ്മെല്ല് കാരണം കുടിക്കാതിരിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ തലേന്ന് ഉച്ചയ്ക്ക് വെള്ളം മാറ്റി കഴിഞ്ഞാൽ നമ്മൾ രാവിലെ വെക്കുമ്പോൾ തന്നെ അത് കുടിച്ചോളും. അതേപോലെ ആക്കിയിട്ട് നമ്മൾ ഒരു ദിവസം മാത്രം കുടിക്കുന്ന രീതിയിൽ ചെറിയ തോതിൽ നമ്മൾ വെള്ളം വെച്ച് കൊടുക്കാവുള്ളൂ. ഇങ്ങനെയുള്ള ഇത് മാത്രമല്ല, വിംബ്രാള, ഗ്രോവിപ്ലക്സ് എന്ത് കൊടുത്താലും L52 ഓസോമിൻ ഇതൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാവുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സാധനം സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുക. ഇതുപോലെ ഫലപ്രദമായ വീഡിയോ ഇനി ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.